പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് തുപ്പിയാണെങ്കിൽ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? സർക്കസിന് പോയി കഴിഞ്ഞാലേ അവിടെ ഈ മരണക്കിണറില് ബൈക്ക് ഇങ്ങനെ പോകാനാണ് നമ്മള് മലപ്പുറത്ത്. അപ്പൊ മരണക്കിണറില് ബൈക്ക് പോകുമ്പോൾ ഒച്ച എടുക്കാൻ പോണത് ലോക്കൽ വണ്ടിയാണ് കയ്യടിച്ച് വേണ്ടിട്ട്. എങ്ങനെ അറിയാം? ബാബു വിചാരിച്ചാണല്ലോ അടിപൊളിയാണല്ലേ. അന്ന് അവസരം ചോദിച്ചപ്പോൾ പ്രതീക്ഷിച്ചില്ല. എന്റെ കരകത്തിന എന്തിനാ ബാബു കരയുന്നേ? ഇങ്ങനെ കയ്യിൽ കിട്ടില്ല, കിട്ടിപ്പോ ഒരു സന്തോഷം. ബാബു ഞാൻ വന്നപ്പോ ചോദിക്കാണ്, എന്തിനാണ് ഈ തൊപ്പിയിട്ടത്? മഞ്ഞ് മാസം കഴിഞ്ഞു. ഹിന്ദിക്കാർ മുടിയെട്ടി കൊണാക്കിയതാ. ഇപ്പൊ എല്ലാ പാർട്ടിഷാപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു, ഓരോ ഹിന്ദിയിൽ ഇങ്ങോട്ട് ചോദിച്ച് രണ്ടുകൂട്ടർക്ക് മനസ്സിലായില്ല. മുട്ടടിച്ചായിരുന്നു. എനിക്കൊരു ഐറ്റം വന്നതാ. ഈ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞു. മുടി വെട്ടുന്ന ശബ്ദം ഉണ്ടോ? ഇത് വെട്ടരുത്. അടിപൊളി കഴിഞ്ഞില്ല. സെറ്റ് ഇങ്ങനെ മുടി വെട്ടല് കുറവാണ്. മെഷീൻ വെക്കല ട്രിമ്മർ. അതെങ്ങനെയാ? ബാബു കോട്ടപ്പടി നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചെടുക്കൂല. വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോഴാണ് ചെറിയ ഒച്ചയാണ് ഉണ്ടാതെ നാളേക്ക് വെക്കുള്ളൂ. അതങ്ങനെ അറിയാം. തീപ്പെട്ടി നമ്മുടെ മഴക്കാലത്തൊക്കെയാണ് തീപ്പെട്ടി തിരഞ്ഞെടുക്കുക. തീപ്പെട്ടി നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ പൊള്ളിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുലുക്കി വെക്കും. അപ്പൊ തീപ്പെട്ടിക്ക് കുലുക്കുമ്പോൾ ഒറ്റ മിനിറ്റ് ഈ ആൺപ്രാവ് വെച്ചിട്ട് പല പ്രാവുണ്ട്, താറാവുണ്ട്, പല ഐറ്റങ്ങളുണ്ട്. അപ്പൊ ആൺപ്രാവിന്റെ വെച്ചും പെൺപ്രാവിന്റെ വെച്ചും രണ്ട് രീതിയിലാണ്. ആദ്യം ആൺപ്രാവിനെ കാണിച്ചില്ല. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കണം. എങ്ങനെ അറിയാം? നിങ്ങൾ തിരക്കിന്റെ പേരിങ്ങനെ കാണിച്ചു തരാത്. താറാവുണ്ട്, താറാവ്. നമ്മൾ നേരെ കേൾക്കാൻ നേരത്തെ കേട്ടില്ലേ? കുയിലിന്റെ അങ്ങനെ അറിയാം. സിനിമ കൊണ്ട് ഇറങ്ങാറാക്കും. ഞാൻ ഭയങ്കര ഫീഡ്ബാക്ക്. നമ്മൾ ഈ മുറിച്ചൂട് പറയും, പലത് മുറിച്ചൂട്, PVC പൈപ്പ് മുറിച്ചൂട്, അലുമിനിയം മുറിച്ചൂട്. അപ്പൊ എക്സാമ്പിൾ കൊണ്ട് നമ്മളൊരു PVC പൈപ്പ് മുറിക്കുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? പൈപ്പിന് തല പിടിച്ചു. ഈ പിള്ളേരോട് അലുമിനിയം ചാനലാണ് മുറിക്കുന്ന ഒച്ച മാറും. അലുമിനിയം ചാനൽ തല പിടിച്ചോളി. പ്ലൈവുഡ് മുറിക്കണം അറിയാം. പ്ലൈവുഡ് മുറിക്കുകയാണെങ്കിൽ പിടിക്കേണ്ട മാറിക്കാതെ രീതിയിലുള്ളത്. ബാബു കോട്ടപ്പടി അത് ചോദിക്കുന്നു. ഡ്രില്ല് മെഷീന്റെ ശബ്ദം എടുക്കാൻ പറ്റുമോ? നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്യണ്ടേ? റെഡിയല്ലേ? റെഡിയാണോ? അവർ റെഡിയാണ്. നമ്മൾ സെൻട്രലിൽ എടുത്തോളാം. ജസ്റ്റ് ഒരു ഓൾ
ഇനി നമുക്ക് അതിന് തൊട്ടടുത്ത് അതാ സ്റ്റാൻഡ്. ഇനി നമുക്ക് താഴെ, ഇനി നമ്മുടെ മേലെ താഴെ. രാവിലെ മുതൽ കോക്കറേറ്റ് കഴിഞ്ഞിട്ട് പൈകി വരാം. അതിനോട് ചാൻസ് കിട്ടുന്നുള്ളത് പൈകിയാണ് അവർ നടിച്ചെടുക്കാൻ പോണില്ല. വലിയ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് വരെ പേ ചെയ്തോ. കാരണം വെച്ചാല് ഇതെന്ത് രാവിലെ പല്ലി വെച്ചോണ്ട് ഓർമ്മയില്ലാതെ പാട്ടടി പോയി. അപ്പൊ മനസ്സിലായി ജാസിബിന്റെ ശബ്ദം പല്ല് കേൾക്കുമ്പോൾ കിട്ടുമോ? പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. എങ്ങനെയുള്ള കാണിച്ചുതരാം. അന്നക്കിൽ നീ എന്നിൽ വർണ്ണക്കര വേറി വന്നു, കന്നിക്കിൽ നീ എന്നിൽ പൊന്തോവൽ വീശി നിന്നു. ഞാന് മോരുവെള്ളം കുടിക്കാൻ വേണ്ടി പകലത്തെ ചൂട് രാത്രി പെരുന്നു പകല് പെരുഞ്ചൂട് അവിടെ ഞാൻ മോരുവെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോ അവിടുന്ന് ഒരു മുളക് കിട്ടി. ആ മുളക് കടിച്ചിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഒറ്റ മുളക് ഉണ്ടായാൽ മതി. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും മിമിക്രി കാണിക്കാൻ വെരി സിമ്പിൾ പരിപാടി. അതായത് മുളക് കടിച്ചിട്ട് എരി വരുമ്പോ നമ്മളോട് പറഞ്ഞാൽ മതി. കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ നമുക്കൊക്കെ എടുക്കാൻ പറ്റും. അതായത് ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാർ കൊണ്ട് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. എങ്ങനെ നല്ല കാണിച്ചു. മുളകിന്റെ ചുവപ്പ് കണ്ടപ്പോഴുള്ള ഇത് എല്ലാം ശരിയാണ്. ഇപ്പൊ മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷെ പാർട്ടി തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയടിച്ചോളി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അതിന് ഏത് ജാതി മുളകിന്റെ ചുവപ്പ് കണ്ട് കഴിച്ചപ്പോൾ അണ്ടകടാഹുരെ കാളിപ്പോയി അടിച്ചോളി. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോദി സാർ തൊണ്ടും കാണിച്ചതാണ്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ സാർ നമ്മുടെ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാണിക്കാൻ പോകുന്ന ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല. രാഷ്ട്രീയമായിട്ട് കൂട്ടരുത്, വിമുക്തരായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. കേട്ടാ VSന്റെ ഒരു പാട്ടിട്ടോളി. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും